താമരശ്ശേരിയിലെ കണക്ഷൻ വിച്ഛേദിക്കൽ വിവാദവുമായി ബന്ധപ്പെട്ടാണ് KSEBയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. റസാഖിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം ഉടൻ പുനഃസ്ഥാപിക്കണം എന്നാണ് ആവശ്യം. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ഇപ്പോൾ ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ കണ്ടത്. ഇവിടെയുള്ള പോലീസുകാരോട് നമ്മൾ പറയാനുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതിലാണ് ഈ ഒരു പ്രതിഷേധം. അക്രമ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആക്രമിച്ചുകൊണ്ട് KSEBയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നാണ് സമരക്കാർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതിഷേധം. നമുക്കൊപ്പം തിരുവമ്പാടി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടി ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം? ഒന്ന്, ഈ കുടുംബത്തിന്റെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി അടിയന്തരമായി കൈക്കൊള്ളണം. ഇതിനകത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള അജ്മലിനെതിരെയാണ്. ഈ കൺസ്യൂമർ ആരാ? അദ്ദേഹത്തിന്റെ പിതാവാണ്. ആ കുടുംബത്തെ ഒരു 2 പേര് മാത്രം, അതും പ്രായം ചെന്ന 2 ആളുകൾ നിൽക്കുന്ന ഒരു വീടിനകത്ത് അവർക്ക് വെളിച്ചം പോലും നിഷേധിക്കുന്ന മനുഷ്യാവകാശ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, നിയമവിരുദ്ധമായ പ്രവർത്തനവുമായി പോയ KSEBിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നാളെ ഞങ്ങൾ കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. ഒരൊറ്റ ഒരുത്തരെയും വെറുതെ വിടാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല. നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകും. ഒരു തർക്കം വേണ്ട. ഈ പ്രതിഷേധത്തോടൊപ്പം തന്നെ നിയമ പോരാട്ടം കൂടി നടത്തുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ KSEB ഓഫീസിന് മുമ്പിൽ, തിരുവമ്പാടിയിലെ KSEB ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം പുരോഗമിക്കുകയാണ്. നേരത്തെ റസാഖിന്റെ വീട്ടിൽ നിന്നാണ് ഈ പ്രതിഷേധ സമരം ആരംഭിച്ചത്. ആ മാർച്ച് ഇപ്പോൾ KSEB ഓഫീസിലെത്തിയിരിക്കുന്നു. ഇവിടെ പ്രതിഷേധവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. ഇന്നലെ ഉണ്ടായിട്ടുള്ള ആ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ നിരാഹാര സമരം പുരോഗമിക്കുന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ാണ് നിരാഹാര സമരം പുരോഗമിക്കുന്നത്. ഇതോടൊപ്പമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചും പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് KSEB ചെയർമാന്റെയും ഒപ്പം തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഈ റസാഖിന്റെ വീട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളത്. അജ്മലാണ് കേസിലെ പ്രതി. അജ്മലും സഹോദരൻ ഷഹദാദും അവർക്കെതിരെ പോലീസിന്റെ നടപടി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പിറകെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികാര നടപടിയാണ് ഇപ്പോൾ KSEB സ്വീകരിക്കുന്നത്. അത്തരം നടപടിക്ക് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്ന് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഇതുവരെയും ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധമൊക്കെ പുരോഗമിക്കുമ്പോഴും എപ്പോൾ ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇല്ല. മന്ത്രിയുമായി സംസാരിക്കുമ്പോൾ എല്ലാം KSEB ചെയർമാനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. KSEB ചെയർമാൻ ഒരു കത്ത് പുറത്തിറക്കുന്നു. ഇത്തരത്തിൽ ഒരു വിധത്തിലുമുള്ള അക്രമ സംഭവം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയാൽ അത് പുനഃസ്ഥാപിക്കാമെന്നും അതിന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും കാണിച്ചുകൊണ്ട് ഒരു കത്ത് പുറത്തിറക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ റസാഖിന് ലഭ്യമാകേണ്ട നീതി ഇപ്പോഴും ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഈ പ്രതിഷേധം. ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഒരാഴ്ചക്കകം ഈ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് നൽകിയിരിക്കുന്നത്. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. വലിയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം. ഈ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഇവിടെ KSEB ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഇപ്പോഴും സമീർ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവാണ് അജ്മലാണ് KSEB ഓഫീസിൽ അതിക്രമം നടത്തിയെന്ന് അവർ പറയുന്നു. അതിൽ പരാതിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി ഉണ്ടായത്. അജ്മൽ ഉൾപ്പെടെ ജയിലിലുമായത്. ഈ KSEB ഓഫീസിൽ അജ്മലിന്റെ ഭാഗത്ത് നിന്ന് അതിക്രമം ഉണ്ടായി എന്നുള്ളതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് എന്തെങ്കിലും വിവരം നൽകുന്നുണ്ടോ? അവരത് സമ്മതിക്കുന്നോ അതോ ഈ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നാണോ അവർ പറയുന്നത്? ഉന്മേഷ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതികരിക്കുന്നത് അജ്മലും സഹോദരൻ ഷഹദാദും KSEB ഓഫീസിൽ പോവുകയും അവിടെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന കാടുവെള്ളം ഒഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അജ്മൽ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഉണ്ടായിട്ടുള്ള അവിടെയുള്ള അക്രമ സംഭവങ്ങൾ, അതായത് അവിടുത്തെ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ കമ്പ്യൂട്ടർ മറ്റ് ഫയലുകളൊക്കെ നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ അജ്മലിനും സഹോദരനും പങ്കില്ല എന്ന കാര്യമാണ് അവർ വിശദീകരിക്കുന്നത്. ഇത് പിന്നീട് ഉദ്യോഗസ്ഥർ തന്നെ ചെയ്തതാണ് എന്ന് അജ്മലിന്റെ മാതാവും ആരോപിക്കുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ അതുപോലെ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നത് പോലീസിന്റെ കൂടെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ ഈ വിഷയത്തിൽ KSEBയുടെ ഭാഗത്തുനിന്ന്, അതായത് പണം അടച്ച ശേഷം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് അത് തീർത്തും ഒരു മനുഷ്യത്വരഹിതമായ നടപടിയാണ് എന്നും ആ വിഷയത്തിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമ പോരാട്ടത്തിനുള്ള നടപടിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നീങ്ങുകയാണ്. ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്നതിലുപരി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഈ റസാഖ് എന്നുള്ള ഒരു വ്യക്തിക്ക് ലഭ്യമാകേണ്ട നിയമസഹായം
നിയമമുണ്ട്, അതുപോലെ തന്നെ നീതിയുണ്ട്. ആ വിഷയത്തിൽ ശക്തമായ നിലപാട് യൂത്ത് കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ അജ്മലും ഷഹദാദും ചെയ്ത തെറ്റിന് റസാഖിനെയും അതുപോലെ അതായത് അവരുടെ രക്ഷിതാക്കളായിട്ടുള്ള റസാഖിനെയും മാതാവ് മറിയമിനെയും ശിക്ഷിക്കുന്ന നടപടി, ആ കുടുംബത്തെ മുഴുവനായും ശിക്ഷിക്കുന്ന നടപടിയാണ് KSCBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഹൃദ്രോഗിയാണ് റസാഖ്. മാത്രമല്ല ഇന്നലെ ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിലുമായിരുന്നു. സമീർ തുടരുക. സമീർ സി മുഹമ്മദാണ് ഇപ്പോൾ പ്രതിഷേധ സ്ഥലത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. VA ഗിരീഷ് കൂടി ചേരുന്നുണ്ട്. ഇക്കാര്യത്തിൽ KSCB വിശദീകരണം നൽകുന്നുണ്ട്. നേരത്തെയും പലതവണ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കും എന്നാണ് KSCB വിശദീകരിക്കുന്നത്. ചർച്ചയ്ക്ക് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതായും KSCB ചെയർമാൻ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. VA ഗിരീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഈ KSCBയുടെ നടപടി അത് നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് KSCB എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുന്നത് ഗിരീഷ്? ഉന്മേഷ്, ഇക്കാര്യത്തിൽ നിയമപരമായും ധാർമ്മികമായും ഈ ഒരു നടപടി നിലനിൽക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് KSCB ഇപ്പോൾ വൈദ്യുതി കണക്ഷൻ തിരികെ നൽകാൻ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ KSCB നൽകുന്ന ചില വിശദീകരണങ്ങളുണ്ട്. തിരുവമ്പാടി സെക്ഷൻ ഓഫീസ് ആക്രമിച്ച ആളുടെ പിതാവിന്റെ പേരിൽ 11 വൈദ്യുതി കണക്ഷനുകളാണുള്ളത്. ഇതിൽ 10 കൊമേഴ്ഷ്യൽ കണക്ഷനുകളാണ്. ബില്ലടയ്ക്കാതെ കണക്ഷൻ വിച്ഛേദിക്കാനായി എത്തുമ്പോൾ KSCB ജീവനക്കാർ എത്തുമ്പോൾ പലതവണ തർക്കവും ഭീഷണിയും പതിവാകുന്നതായി KSCB വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമിക്കില്ലെന്ന് ഉറപ്പ് ലഭിച്ചാൽ വൈദ്യുതി കണക്ഷൻ ഇന്ന് തന്നെ പുനഃസ്ഥാപിക്കാം എന്നുള്ളതാണ് KSCB വ്യക്തമാക്കുന്നത്. ഇതിനായി കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ഈ കോഴിക്കോട് ജില്ലാ കളക്ടർ ചുമതല നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ഉറപ്പ് ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥരെ തിരുവമ്പാടിയിലേക്ക് അയക്കാനാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നും വൈദ്യുതി ബോർഡ് ചെയർമാൻ ബിജു പ്രഭാകർ വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം ഈ ആക്രമണത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് KSCBയുടെ തീരുമാനം. ഓഫീസ് ആക്രമിച്ച് ഉപകരണങ്ങൾ നശിപ്പിച്ച ആൾക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനും KSCB ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഉമേഷ്, ഗിരീഷ്, ഇപ്പോൾ നിയമവഴിക്ക് കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അതിക്രമം നടത്തിയ അജ്മൽ ഉൾപ്പെടെ ജയിലിലാണ്. ഇനി ഈ ഓഫീസ് അതിക്രമിച്ചതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം ഈടാക്കണമെങ്കിൽ KSCBക്ക് അതും നിയമവഴിയെ തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ അപ്പോഴും ഈ ഓഫീസ് ആക്രമിച്ച അജ്മലിന്റെ മാതാപിതാക്കളെ കഷ്ടത്തിലാക്കുന്ന രീതിയിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതിനെ ആ നിലയ്ക്ക് നിയമത്തിന്റെ വഴിയിൽ ന്യായീകരിക്കാൻ കഴിയുന്നതല്ലല്ലോ. മാതാപിതാക്കൾ ഇന്ന് നമ്മുടെ ചർച്ചയിലടക്കം അവരുണ്ടായിരുന്നു, മാതാവുണ്ടായിരുന്നു. അത്തരമൊരു അതിക്രമം നടത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇനി അത് ഉണ്ടാകില്ല എന്ന തരത്തിൽ എങ്ങനെയാണ് ഉറപ്പ് നൽകുക എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചോദ്യമൊക്കെ. ഗിരീഷ്, ഉന്മേഷ്, ഇക്കാര്യത്തിൽ KSCB നൽകുന്ന വിശദീകരണമുണ്ട്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി, പ്രത്യേകിച്ച് ഈ മഴക്കാലം തുടങ്ങിയതിനൊക്കെ ശേഷം പതിവായി KSCB ഓഫീസുകൾ ആക്രമിക്കുന്നത് പതിവാകുന്നു എന്നുള്ളതാണ്. കാരണം എവിടെയെങ്കിലും വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടാൽ ഉടൻ തന്നെ ആളുകൾ സംഘടിച്ചെത്തി KSCB ഓഫീസുകൾ ആക്രമിക്കുകയും അവിടെയുള്ള ജീവനക്കാരെ അസഭ്യവർഷം നടത്തുകയും അതോടൊപ്പം തന്നെ കയ്യേറ്റം ചെയ്യുകയും ഒക്കെ ശ്രമിക്കുന്നു. ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. നിരന്തരം ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ഭീഷണി ഉണ്ടാവുകയും അതിക്രമത്തിന് ഇരയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് KSCB ഇത്തരത്തിലൊരു നടപടിയെടുത്തത് എന്നുള്ളതാണ് KSCB നൽകുന്ന ഒരു അനൌദ്യോഗിക വിശദീകരണം. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ കേസിൽ പ്രതികളായവരുടെ വീടുകളിലുള്ള കണക്ഷൻ വിച്ഛേദിക്കുക എന്ന ഒരു കടുത്ത നടപടിയിലേക്ക് KSCB നീങ്ങാൻ കാരണം ഇതാണ് എന്നുള്ളതാണ് KSCB വൃത്തങ്ങൾ നൽകുന്ന സൂചന. ശരി ഗിരീഷ്, അതാണ് KSCBയുടെ നിലപാട്. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.